بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأولين والآخرين سيدنا ومولانا محمد وعلى آله وصحبه، لا سيما الأنصار والمهاجرين ومن تبعهم بإحسان إلى يوم الدين. صاحب الفضيلة تاج العلماء السيد عبد الرحمن البخاري أطال الله عمره الشريف، آمين آمين. فضيلة مولانا الشيخ أبو بكر أحمد مسليار، حضرة المكرم الشيخ السيد صباح بن أحمد الرفاعي الهاشمي، حضرة المكرم السيد عبد العزيز بغدادي، حضرة الموقر الوجيه السيد حامد الكاف الهاشمي، أصحاب الفضيلة والسماحة، أخوان الحضور، السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله. إنه من دواعي سروري أيها الأخوة الأعزاء أن أكون اليوم بينكم في هذا الاحتفال العظيم لإحياء ذكرى المولد النبوي الشريف، مولد خير الأنام وسيد ولد عدنان، الذي بعثه الله رحمة للعالمين، حيث قال جل جلاله: وما أرسلناك إلا رحمة للعالمين. وتشمل كلمة العالمين جميع خلق الله، ليس البشر فقط بل سائر المخلوقات من الإنس والجن والملائكة والدواب وكل ما خلق الله، وكل ما خلق الله مما نعرف ومما لا نعرف. صلى الله عليك وسلم يا سيدي يا رسول الله وعلى آلك وصحبك أجمعين. ലോകം മുഴുവൻ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഇവിടെ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എത്രമാത്രം സന്തുഷ്ടനാണെന്നോ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ തന്നെ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ വിശ്വപ്രപഞ്ചത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് നിയോഗിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും എന്നല്ല, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അവയ്ക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. كما يخرجني أن أمثل الأنصار من أبناء قبيلة الخزرج والأوس، أبناء أنصار خير البرية صلى الله عليه وسلم في مختلف العالم في هذا الاحتفال العظيم المهيب. നിങ്ങളെ ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ച് വേണ്ടതൊക്കെ ചെയ്ത ഔസ് ഖസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് വരുന്ന ലോകത്ത് പന്തലിച്ചു കിടക്കുന്ന മുഴുവൻ അൻസാരികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. إن المسلمون اليوم في شتى بقاع الأرض يحتفلون في شهر الربيع بإحياء ذكر المولد النبوي الشريف. وقد أتيت من دولة نيجيريا وقد أقيم احتفال ضخم حضره 4 ملايين حسب تقدير قناة الBBC الإنجليزية. شارك فيه أمراء نيجيريا وأعضاء الحكومة. ലോകം മുഴുവൻ മൗലിദ് ആഘോഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല. ഞാൻ കേരളത്തിലേക്ക് നിങ്ങളെ കാണാൻ എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? നൈജീരിയയിൽ നിന്നാണ്. നൈജീരിയയിൽ
ഞാൻ സംബന്ധിച്ച മൗലിദ് യോഗത്തിൽ BBC-യുടെ റിപ്പോർട്ട് പ്രകാരം 40 ലക്ഷം വിശ്വാസികൾ സംബന്ധിച്ചിരുന്നു. മാത്രമല്ല, ആ മൗലിദ് യോഗങ്ങളിൽ നൈജീരിയയുടെ വിവിധ സ്റ്റേറ്റുകളുടെ ഭരണാധികാരികളായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് എന്ന കാര്യം കൂടി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. وكنا في أبو ظبي يوم الثلاثاء الماضي نحتفل بذكرى المولد النبوي الشريف في منزل الوجيه الأخ السيد حامد الكاف. ويوم الخميس الماضي أقيم مولد ضخم في سلطنة عمان بحضوري، وقد تبرك الحضور بالشعارات الشريفة لحضرة سيد الخلق صلى الله عليه وآله وصحبه وسلم. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച അബുദാബിയിലെ പൗരപ്രമുഖനായിരുന്ന സയ്യിദ് ഹാമിദുൽ കാഫിന്റെ വീട്ടിൽ വളരെ വലിയ രീതിയിലുള്ള മൗലിദ് പരിപാടിയിൽ ഞങ്ങളൊക്കെ സംബന്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച സൽത്തനത്ത് ഒമാനിൽ വളരെ വലിയ മൗലിദാഘോഷം നടന്നു. ഈ പറയുന്ന പല മൗലിദ് സദസ്സുകളിലും മൗലിദ് പാരായണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറേ മുബാറക് കൊണ്ട് വിശ്വാസികൾക്ക് ബറക്കത്തെടുക്കാനുള്ള അവസരവും കൂടി ഉണ്ടായിരുന്നു. إن معظم البيوت الكبيرة للأسر المعتمدة في دولة الإمارات ودول الخليج العربي يقيمون الاحتفال بهذه المناسبة العظيمة طوال شهر الربيع كل يوم في بيت. അറബ് രാജ്യങ്ങളിൽ UAE-യിലും അതുപോലെ തന്നെ മറ്റുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളിലും പൗരപ്രമുഖരായ മുഴുവൻ വിശ്വാസികളും റബീഉൽ അവ്വൽ 1 മുതൽ അവസാനം വരെ വ്യത്യസ്ത ദിനങ്ങളിലായി അവരുടെ വീടുകളിൽ ഗംഭീരമായ രീതിയിൽ തന്നെ മൗലിദാഘോഷം നടത്തി വരികയാണ്. كما إني أتشرف أن أقيم احتفالا بهذه المناسبة جاريا على عادة سيد الوالد الإمام الشيخ محمد الخزرجي وأسلافنا جميعا. قد يكون هذا المولد الأكبر من نوعه بعد المولد الرسمي الذي تقيمه حكومة أبو ظبي، وفيه جائزة البردة الشريفة في مدح النبي صلى الله عليه وآله وصحبه وسلم. ലോകത്ത് അബുദാബി ഗവൺമെന്റ് ഏറ്റവും വലിയ മൗലിദാഘോഷം നടത്താറുണ്ട്. ജായിദത്ത് ബുർദ എന്ന പേരിൽ ഏറ്റവും വലിയ ബുർദ അവാർഡ് ആ മൗലിദിനോടനുബന്ധിച്ച് ഗവൺമെന്റ് നൽകാറുണ്ട്. എന്നാൽ അതിനുശേഷം അബുദാബിയിലെ UAE-യിലെ ഏറ്റവും വലിയ മൗലിദ് പരിപാടി എന്റെ പിതാവിന്റെ സ്മരണക്കുകൂടി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഖസ്റജിയുടെ പരലോക ഗുണവും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത് തന്നെ നടത്താൻ പോവുകയാണ്. അതായിരിക്കും ഗവൺമെന്റിന്റെ ഔദ്യോഗിക മൗലിദ് കഴിഞ്ഞാൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ മൗലിദ് എന്ന് ഞാൻ കരുതുന്നു. فالأنصار يحتفلون بمولد النبوي الشريف منذ طلع البدر علينا، فقد أتى النبي صلى الله عليه وسلم صادف وصول النبي صلى الله عليه وسلم إلى المدينة المنورة في يوم مولده، وهذا لسر عظيم لا يعلمه إلا الله. അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്ന അന്ന് മുതൽ തന്നെ അവർ വലിയ വിപുലമായ രീതിയിൽ മൗലിദാഘോഷങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. فكان استقبالهم له صلى الله عليه وسلم بطلع البدر علينا احتفالا بوصوله إلى المدينة المنورة وبمولده الشريف، ويصح أن يكون ذلك. തൊലഅൽ ബദ്റു എന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമായ കവിത ചൊല്ലിക്കൊണ്ട് അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരേറ്റ ആ ദിവസം നമുക്കൊക്കെ അറിയാം. കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നു എന്നത് മാത്രമല്ല അന്നത്തെ പ്രത്യേകത, ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനവും കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. إن هذا اليوم الذي يوضع فيه أساس بيت من بيوت الله هو بشارات من الله واضحة وعلامات من النصر لاحقة. قال تعالى: وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون. ഇന്ന്
ഈ ചരിത്ര പ്രസിദ്ധമായ പള്ളിക്ക് തറക്കില്ലിട്ടതിലൂടെ ജനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കിതാ മഹാഭാഗ്യം, മഹാസൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനം അല്ലാഹുവും റസൂലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ, ഇത്രയും വലിയൊരു വിജയം, മഹാഭാഗ്യം ഇനി നിങ്ങൾക്ക് വരാനില്ല. إن من أفضل الأعمال تشييد بيوت الله. قال تعالى في بيوت أذن الله أن ترفع والرفع أن يعظم قدرها. قاله الحسن والضحاك وقال مجاهد وعكرمة معناه تبنى وتعلى. ومنه قوله تعالى وإذ يرفع إبراهيم القواعد من البيت وأضافها الله تعالى إلى نفسه إضافة تشريف وتكريم. പള്ളികൾ ഉണ്ടാക്കുക എന്നത് വലിയ പുണ്യമാണെന്ന കാര്യം വിഡ്ഢികളല്ലാതെ ലോകത്ത് ആരെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ? അതെ, പള്ളികൾ ഉണ്ടാക്കുക എന്നത് വലിയ പുണ്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അതിനല്ലാഹു അൻ തുർഫഅ എന്ന ഖുർആൻ വാചകത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് പ്രസിദ്ധ പണ്ഡിതന്മാരായ ഇക്രിമ തുടങ്ങിയവർ പറഞ്ഞത്, ആ പള്ളി എത്രമാത്രം വലുതാക്കി ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമോ അത്രയും വലിയ പള്ളികൾ ഉണ്ടാക്കണം എന്നാണ്. ഇതിനെ വിശ്വാസികൾ ആരും തന്നെ എതിർക്കുകയല്ല, മറിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. وقد شرف الله عامرها فقال تعالى إنما يعمر مساجد الله من آمن بالله واليوم الآخر. പള്ളികൾ ഉണ്ടാക്കുന്നത് പ്രൗഢിക്ക് വേണ്ടിയോ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല എന്നും, മറിച്ച് പള്ളികൾ വലുതായി ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എന്നതിന്റെ വലിയ തെളിവാണ് എന്നുമാണ് ഖുർആൻ നമ്മെ മുഴുവൻ പഠിപ്പിച്ചത്. بهذا الجامع ميزة عظيمة فاسمه جامع الآثار النبوية الشريفة، فهو منسوب للنبي صلى الله عليه وآله وصحبه وسلم، يوضع أساسه في شهر المولد النبوي الشريف. فبارك الله في صاحب الفكرة والقائمين عليها ومن تسبب في إنجاحها. ഈ പള്ളിയെ നിങ്ങൾ മറ്റു സാധാരണ പള്ളി പോലെ മനസ്സിലാക്കിയാൽ പറ്റില്ല. ഈ പള്ളി അസാധാരണമായ ഒരു പള്ളിയാണ്. ഇതിന് തറക്കല്ലിടുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക്ക് സൂക്ഷിക്കപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ബറക്കത്തെടുക്കാൻ ഒരുപാട് തിരുശേഷിപ്പുകൾ അവിടെ ഉണ്ടാകും. അത് ഇത്രയും വലിയ ഈ പുണ്യം ഇതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ, ഇതിൽ ഭാഗവക്കായ ഏതൊക്കെ സഹകാരികളുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ അനുഗ്രഹം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. وبمناسبة التسمية الشريفة والنسبة العظيمة لهذا الجامع المبارك لسيدي ومولاي رسول الله صلى الله عليه وآله وصحبه وسلم، فيجدر بي أن أعرج في كلمتي على الآثار الشريفة والذخائر النفيسة وما حوته من العلوم الرفيعة. തിരുശേഷിപ്പുകളുടെ പള്ളി എന്ന് ഈ പള്ളിക്ക് നാമകരണം ചെയ്തതിലൂടെ വളരെ വലിയൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. إن آثاره صلى الله عليه وسلم لها بركات ظاهرة على الأماكن والأفراد، ولهذا كان الصحابة رضوان الله عليهم يتنافسون للحصول على شيء من تلك البركة النبوية العظيمة، وورثوها لمن بعدهم من أبنائهم وأتباعهم. തിരുശേഷിപ്പുകളുടെ ബറക്കത്ത് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതാണ്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ തിരുശേഷിപ്പുകൾ സ്വന്തമാക്കാൻ വേണ്ടി മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ അനന്തരാവകാശികൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായി അവർ കരുതി വച്ചിരുന്നതും അത്തരം തിരുശേഷിപ്പുകളായിരുന്നു. وقد يقول قائل إن هذه الآثار والشعر النبوي لا يبقى هذه الفترة الطويلة، وإن بقي فلن يكون كثيرا، وما هذا إلا من
قلة العلم والاطلاع والعلم بخصائص الأنبياء وخصائص شعر سيد الكونين صلى الله عليه وآله وصحبه وسلم، وذلك أن شعره صلوات الله وسلامه عليه ما زال في نمو مستمر إلى الآن، وأن الشعرة الشريفة الواحدة تنشطر فتنقسم إلى الشعرة الواحدة إلى شعرتين فأكثر. തിരുശേഷിപ്പുകൾ ഇത്രയും കാലം നിലനിൽക്കുമോ എന്നാണ് ചിലരുടെ ചോദ്യം. മറ്റു ചിലരാകട്ടെ തിരുശേഷിപ്പുകൾ ഇത്രയും കൂടുതലുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഭൗതികമായ വിലയിരുത്തലുകൾക്ക് ഒരുപക്ഷെ അവരുടെ ചോദ്യം ശരിയായി എന്ന് തോന്നും. എന്നാൽ അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ചോ പുണ്യാത്മാക്കളെ സംബന്ധിച്ചോ അവരുമായി ബന്ധപ്പെട്ട ബറക്കത്തുള്ള സാധനങ്ങളെ സംബന്ധിച്ചോ ഒന്നും അറിയാത്തവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുശേഷിപ്പുകൾ സ്ഥിരമായി വളരുമെന്നും അവകൾക്ക് ഇഴകളുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ആ തരത്തിൽപ്പെട്ടതാണ് എന്ന ചരിത്രം അറിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. الماديون ينظرون إلى المادة ومكنوناتها وما يمكنها أن تكون عليه من خصائص، ولكن هذا جزء طاهر من جسد سيدي ومولاي رسول الله صلى الله عليه وآله وصحبه وسلم. فنسي الماديون ذلك فأعملوا أفكارهم في المادة وأغفلوا المعجزة والبركة والخصوصية. കേവലം ഭൗതികമായ കാര്യങ്ങൾ വിലയിരുത്തി മാത്രം പരിചയമുള്ള ആളുകൾ തിരുശേഷിപ്പുകളെയും ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ദേഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ന വസ്തുത മനസ്സിലാക്കുന്ന ഒരാൾക്കും തന്നെ ഇതിന്റെ പുണ്യവും ഇതിന്റെ ബറക്കത്തും നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ولكن الآثار النبوية الشريفة تكذبهم، بل إن شعرة واحدة لرسول الله صلى الله عليه وسلم بما فيها من خصائص تنسف أقوالهم وحججهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയെ സംബന്ധിച്ച് മാത്രം പഠനം നടത്തുമ്പോൾ അതിന് ശരിയായ രീതിയിൽ വിലയിരുത്തുമ്പോൾ അവരുടെ ഈ വാദങ്ങൾ മുഴുവൻ അബദ്ധമാണ് എന്ന് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാവുന്നതാണ്. إن النبي صلى الله عليه وسلم لما حلق بمنى قال للحلاق ها، وأشار بيده إلى الجانب الأيمن هكذا فقسم شعره بين من يليه. قال ثم أشار إلى الحلاق وإلى الجانب الأيسر فحلقه فأعطاه أم سليم. وأما في رواية أبي كريب قال فبدأ بالشق الأيمن فوزع الشعرة والشعرتين ثم بين الناس ثم قال بالأيسر فصنع به مثل ذلك ثم قال ها هنا أبو طلحة فدفعه إلى أبي طلحة. ഹജ്ജ് വേളയിൽ മിനായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുടി കളയാൻ വേണ്ടി പ്രത്യേകം കൽപ്പിക്കുകയും ആ വലഭാഗത്തെ മുടി കളഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 10,000-ങ്ങൾക്ക് 1, 2 എന്ന രീതിയിൽ മുടി വിതരണം ചെയ്യുകയും പിന്നീട് ഇടഭാഗത്തെ മുടി കളയാൻ വേണ്ടി കൽപ്പിക്കുകയും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൂട്ടം ഒരു പിടി മുടി മുഴുവനായി നൽകുകയും ചെയ്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവൻ കാണാവുന്നതാണ്. وعند أحمد عن أنس بن مالك الأنصاري لما حلق رسول الله صلى الله عليه وسلم رأسه بمنى أخذ شعر رأسه الأيمن بيده فلما فرغ ناولني فقال يا أنس انطلق بهذا إلى أم سليم. فلما رأى الناس ما خصنا به تنافسوا في الشق الآخر، هذا يأخذ الشيء وهذا يأخذ الشيء
وأحاديث توزيع الشعر النبوي الشريف كثيرا. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടിലും ഇതേ പ്രകാരം തന്നെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലമുടി കളഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നും ആളുകൾ അതിൽ നിന്നൊരു തുണ്ടം തന്നെയെങ്കിലും കിട്ടാൻ വേണ്ടി വളരെയധികം കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു എന്നും ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിരത്തിക്കൊണ്ടുവരാൻ സാധിക്കും. وهنا أسأل المنكرين كيف وصل إلينا كلام النبي صلى الله عليه وآله وصحبه وسلم ولم يكن مكتوبا ولا مدونا، ونهى صلى الله عليه وسلم عن كتابته، ولم تصلنا عين آثاره سيوفه وشعره وبردته وأدواته صلوات الله وسلامه عليه. ഈ തിരുദേശങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യുന്നവരോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഹദീസ്, ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത് നമുക്ക് ലഭിച്ചത്? ഇത് ലഭിച്ചതിന്റെ വഴികൾ എങ്ങനെയാണ്? അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ബറക്കത്തെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ അവയെല്ലാം ലഭിച്ചത് എങ്ങനെയാണ്? ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ولماذا وزع رسول الله صلى الله عليه وسلم شعره على الصحابة في حجة الوداع؟ وما هي الحكمة من ذلك؟ لا شك أنه للبركة والاقتناء. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടി ഞാൻ അവരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുടി കളയുമ്പോൾ അത് ജനങ്ങൾക്കൊന്നായിട്ട് വിതരണം ചെയ്യാൻ ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ചത് എന്തിനാണ്? ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത അത് മറ്റൊന്നുമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ, അതിനുള്ള അവസരം അവരുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ എന്ന ലക്ഷ്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ونقل عن الإمام أحمد أنه كانت لديه شعرات من شعر النبي صلى الله عليه وسلم يتبرك بها. لا شك أنه وجود الشهرة من الأسانيد الشفهية، حيث كانت عمدتهم صدق الخبر من أهل كل عصر، فعمدتهم وعمدة من قبلهم حدثني وأخبرني أو سمعت أو وجدت أهل العلم يعملون كذا أو يقولون كذا. വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാർ, വിശ്വാസയോഗ്യരായ തങ്ങളുടെ കൂട്ടുകാർ എനിക്ക് ലഭിച്ചു എന്നോ ഞാനത് പറയുന്നത് കേട്ടു എന്നോ എന്നോട് ആരെങ്കിലും വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മതിയായിരുന്നു പൂർവ്വകാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക്. അതുകൊണ്ടല്ലേ മദ്ഹബിന്റെ ഇമാമികളിൽ പ്രസിദ്ധനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് തന്റെ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി സൂക്ഷിപ്പുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും അതുകൊണ്ട് താൻ ബറക്കത്തെടുക്കാറുണ്ട് എന്ന കാര്യം ലോകത്തോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതും. إن كانت هذه طريقة إثبات أصل من أصول التشريع فكيف لا يثبت بالنقل من الثقات نسبة شيء إلى رسول الله صلى الله عليه وسلم. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഹദീസിന് വരെ വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞത് മറ്റുള്ളവർ കൈമാറി വരിക എന്ന രീതി സ്വീകാര്യമാണ് എങ്കിൽ ആസാറിനെ സംബന്ധിച്ച് മാത്രം വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞാൽ പോരാ, അവർ തന്നാൽ പോരാ എന്നുള്ള നയം എവിടെ നിന്നുണ്ടായതാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. وإلا فكيف توافر الإمام أحمد رضي الله عنه العلم القطعي بأن تلك الشعرات الشريفة التي كان يتبرك بها كانت من شعر سيد الخلق صلى الله عليه وآله وصحبه وسلم، وبينه وبين النبي صلوات الله وسلامه عليه റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം കഴിഞ്ഞ് 2.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ കൈവശം ഒരു തിരുശേഷിപ്പുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അഹ്മദ് ഇബ്നു ഹംബൽ ഏത്
ശാസ്ത്രീയ രീതിയാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ് എന്ന് ഉറപ്പിക്കാൻ പരീക്ഷിച്ചത് എന്ന് ചോദിക്കാനാകും. إن آثار النبي صلى الله عليه وسلم في بقاع كثيرة من العالم، وأكثر ما نستطيع الجزم به اليوم حسب علمي ما هو موجود لدينا في الخزانة الخزرجية للآثار النبوية الشريفة، ومنها ما هو موجود في تركيا رأيته بعيني وتبركت منه، كما تبرك منه المغفور أسطورة العصر والزمان الشيخ زايد بن سلطان آل نهيان، وتبرك به سيد الوالد الإمام الشيخ محمد الخزرجي رحمهم الله جميعا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ ലോകത്തെവിടെയോ ഒന്നോ രണ്ടോ മൂലകളിൽ മാത്രമല്ല, ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. ഉദാഹരണമായി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഖിസാനത്തുൽ ഖസ്റജിയയിൽ തിരുശേഷിപ്പുകളിൽ വളരെയധികം സാധനങ്ങൾ ഉണ്ട്. മാത്രമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തുർക്കിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ വളരെ വ്യക്തമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ തിരുശേഷിപ്പുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാത്രമല്ല, ബറക്കത്തെടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, UAE-യുടെ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹിയാൻ ഗഫറല്ലാഹു ലഹു, ആ മഹാനായ ഭരണാധികാരി തുർക്കിയിൽ ചെന്നുകൊണ്ട് ആ തിരുശേഷിപ്പുകൾ കാണുകയും അവ ബറക്കത്തെടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല, എന്റെ പിതാവ് മഹാനായ മുഹമ്മദ് അൽ ഖസ്റജി അവ കാണുകയും അവ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. كما تبرك أعضاء الوفد الرسمي من أصحاب السمو والشيوخ والوزراء وأصحاب الفضيلة العلماء. كان ذلك في شهر أغسطس من عام 1983. 1983 UAE ഗവൺമെന്റ് നിയോഗിച്ച ഔദ്യോഗിക ഗവൺമെന്റ് സംഘം തുർക്കിയിൽ ചെന്നപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്ന ഭരണാധികാരികളും മന്ത്രിമാരും മാത്രമല്ല വിശ്വോത്തര പണ്ഡിതന്മാരും അവരൊക്കെ ആ ആസാറുൻ നബവി കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു എന്ന കാര്യവും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. أخرجت فيها البردة الشريفة للتبرك بالنظر إليها، كما أن هناك في تركيا صور لملوك ورؤساء من العالم العربي والإسلامي يتبركون بالبردة الشريفة. അന്ന് തുർക്കിയിൽ ചെന്നപ്പോൾ ഈ ഔദ്യോഗിക സംഘത്തിന് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന ആ വിലപ്പെട്ട അമൂല്യമായ പുതപ്പെടുത്തു കൊടുക്കുകയും അവരെല്ലാവരും അത് ബറക്കത്തിന് വേണ്ടി നോക്കുകയും തൊടുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1983 ഈ സംഭവം. تبركت بالآثار الشريفة الموجودة في المشهد الحسيني في مصر، ويوجد من الآثار الشريفة في المغرب والهند والباكستان ولبنان. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് അമൂല്യമായ ആ ഷഅറുകൾ, അവിടുത്തെ തിരുകേശങ്ങളും മറ്റുമടങ്ങുന്ന ശേഷിപ്പുകൾ ഞാൻ നേരിട്ട് കാണുകയും ലോക മുസ്ലിമീങ്ങളോടൊപ്പം അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ലോക മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ചില സ്ഥലങ്ങളിൽ ഇത്തരം തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. وتعتبر الخزانة الخزرجية الآثار النبوية الشريفة أكبر خزانة تضم الآثار النبوية الشريفة، وما تزيد خزانة اسطنبول إلا بالسيوف النبوية وسيوف بعض الصحابة رضوان الله عليهم. وإلا عندنا من الذخائر العجيبة ما جعل المسلمين يأتون للتبرك بالآثار النبوية الشريفة لمنزلنا في أبو ظبي من كل أنحاء الدنيا، لا سيما في احتفال المولد الشريف الذي نقيمه تحت إشراف الساحة الخزرجية، أو احتفال غسل الضفائر النبوية الشريفة والذي يقام في موعد ثابت وهو ليلة 23 من رمضان من كل عام. ഞങ്ങളുടെ പക്കലുള്ള ഖിസാനത്തുൽ ഖസ്റജിയയിൽ
ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ട ഏറ്റവും വലിയ സ്ഥലമാണ് എന്നാണ്. ഒരുപക്ഷെ തുർക്കിയിലാണ് കൂടുതലുള്ളത് എന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടാകും. എന്നാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളും അതേപോലെ തന്നെ ചില സ്വഹാബാക്കളുടെ വാളുകളും കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള തിരുശേഷിപ്പുകൾ മാത്രം വിലയിരുത്തുന്ന പക്ഷം ഞങ്ങളുടെ ഖിസാനത്തുൽ ഖസ്റജിയയിലാണ് ഇവ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അബൂദാബിയിൽ ഞങ്ങളുടെ വീട്ടിൽ സദാ വരികയാണ്. പ്രത്യേകിച്ച് റമളാൻ 23-ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ തബറുക്ക് എടുക്കാൻ വേണ്ടി അബൂദാബിയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. سبق وأن حدثتكم عن صحة إثبات انتقال الآثار بالأدلة الشفهية، فإنني أؤكد لكم أن جميع الآثار النبوية الشريفة الموجودة في الخزانة الخزرجية وآثار الصحابة رضوان الله عليهم وساداتنا من أئمة أهل البيت الأطهار كلها لها أسانيد ووثائق نحتفظ بها موقعة من العلماء الذين شهدوا انتقالها من مورث لوارث ومن واهب لموهوب له. നിങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൈവശം തിരുശേഷിപ്പുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ആ തിരുശേഷിപ്പുകൾക്കൊക്കെ വ്യക്തമായ സനദുകളും വ്യക്തമായ വസായിക്കുകളും വ്യക്തമായ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് മാത്രമല്ല, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ അവയൊക്കെ പരിശോധിച്ച് അവയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. شهد علماء كل فترة على صحة نسبة تلك الآثار وشهرتها عند تلك الأسر التي توارثتها كابرا عن كابر من فترات متقدمة، ويصل تاريخ بعض تلك الأسانيد والوثائق إلى زمن مولانا الغوث الأعظم سيدنا عبد القادر الجيلاني قدس الله سره، وإلى فترات قريبة من تلك الكتبة. പ്രസ്തുത തിരുശേഷിപ്പുകളുടെ രേഖകളിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ആരൊക്കെ അവ കൈവശം വെച്ച് വന്നിരുന്നുവോ അവർക്കൊക്കെ ആരിൽ നിന്നാണോ അത് ലഭിച്ചത് അവരിൽ നിന്ന് വ്യക്തമായി നേരിട്ട് ലഭിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളുണ്ടായിരുന്നു. ആ രേഖകളിൽ ചിലത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലഘട്ടത്തിലേക്കും അതുപോലെ അതിന്റെ തൊട്ടടുത്ത കാലഘട്ടത്തിലേക്കും എത്തുന്ന പരമ്പരകളാണ്. وكما سبق ومنذ سنين أن أكدنا استعدادنا لاستقبال كل باحث أراد الاطلاع على تلك الوثائق أو رؤية خصائص النبوي الشعر النبوي الشريف عن كثب إلا أنه لم يأتنا أحد لهذا الغرض. وعندما سمعت بوجود المنكرين المخالفين للآثار النبوية الشريفة ولصحة نسبة الشعرة المباركة الموجودة عند فضيلة الشيخ أبي بكر أحمد في بلد تشرف بنور الإسلام في عهد سيدنا محمد صلى الله عليه وآله وصحبه وسلم، فاستفسرت عن هويتهم وانتسابهم ثم راسلت زعيمهم عن طريق البريد الإلكتروني، أخبرته بأن مثل هذه الأمور والخلافات توجد الفتن بين المسلمين ويجب علينا ونحن من بيوت علم عريقة أن نجلس ونتباحث في الأمر ونطلعه أو من يمثله على الأسانيد والوثائق التي بحوزتنا ليتبين الحق بدل تشتيت الصفوف. മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം.
ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് എങ്കിൽ അവരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടതായ എല്ലാ രേഖകളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ആ അഭ്യർത്ഥന മാനിക്കാനോ അത് ചെവിക്കൊള്ളാനോ ആരും തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനുൽ ഇസ്ലാം വന്ന പുണ്യഭൂമിയാണല്ലോ നിങ്ങളുടെ കേരളം. ഈ കേരളത്തെ സംബന്ധിച്ച് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു വസ്തുത, ഫളീലത്തു ശൈഖ് അബൂബക്കർ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഞാൻ ആ പുണ്യ തിരുദേശങ്ങളിൽ നിന്ന് ഒരു കേസം കൊടുത്തപ്പോൾ, ഈ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാട്ടിൽ ആ തിരുശേഷിപ്പിനെ എതിർക്കാൻ, കാന്തപുരത്തെ ചീത്ത പറയാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോൾ, ഇവരാരാണ്, ഏത് പാർട്ടിക്കാരാണ്, ഇവരേത് വിഭാഗമാണ് എന്ന് ഞാൻ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അവരുടെ നേതാവാരാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇമെയിൽ മുഖേന ഞാൻ അവരോട് ബന്ധപ്പെട്ടു. ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അനുയായികളെ ഫിത്നയുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ തടഞ്ഞു നിർത്തണം. ആ നേതാവിനോട് വ്യക്തമായി ഞാൻ പറഞ്ഞു, അനുയായികൾ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ അവരെ നിങ്ങൾ തടഞ്ഞു നിർത്തണം. ഇവരുടെ നേതാവിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അദ്ദേഹം അതിന് ഒരക്ഷരം മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറക്കാൻ ആഗ്രഹിക്കുന്നു. وطلبت منه أن يكف أتباعه عن إثارة الفتنة وتحقير الآثار النبوية الشريفة، إلا أنه لم يرد علي حتى هذه اللحظة، لا إيجابا ولا سلبا، بل استمر أتباعه بالمهاترات وإحداث البلبلة كما سمعت. ومن باب النصح لجمع كلمة المسلمين وخدمة الآثار النبوية الشريفة، فإنني أؤكد اليوم تلك الرغبة، وأن بيتنا في أبو ظبي مفتوحا لاستقبال كل راغب للتبرك بالآثار النبوية الشريفة أو الاطلاع على الخصائص، والتي هي عندي أهم وأبلغ من الأسانيد، وكذلك الاطلاع على الأسانيد والوثائق لأهل العلم والباحثين. തിരുശേഷിപ്പുകളെ നിന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ അനുയായികൾ അപകടത്തിൽ ചെന്നിച്ചാടാതിരിക്കാൻ, മുസ്ലിമീങ്ങളുടെ ഐക്യം നിങ്ങളുടെ അനുയായികൾ മുഖേന തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആ നേതാവിനോട് പറഞ്ഞു, അനുയായികളെ കടിഞ്ഞാണിടുക, നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്റെ വീട്ടിൽ വരിക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിപ്പോഴും ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, അബുദാബി എന്നത് ഈ ഭൂലോകത്ത് തന്നെയല്ലേ? അവിടെ വരെ നിങ്ങളൊന്ന് വരാൻ തയ്യാറാവുക. ഞാൻ ഇതിന് വേണ്ട മുഴുവൻ രേഖകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വളരെ വ്യക്തമായി. ഇത് സംബന്ധമായ മുഴുവൻ തർക്കങ്ങളും തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ നേതാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ എന്നൊരു മറുപടി പറയാൻ തയ്യാറായില്ല. وقريبا إن شاء الله تعالى سيصدر كتابنا المسمى الآثار النبوية في الخزانة الخضرجية، وفيه كتاب الأربعين الخضرجية في بركة الآثار النبوية الشريفة، وسيحتوي الكتاب على جل الأسانيد والوثائق عبر الأزمنة المختلفة. ഈ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടും ആരും വരാത്ത സ്ഥിതിക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഖസ്റജി ശേഖരത്തിലുള്ള മുഴുവൻ ആധാറുകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ അൽ-ആസാറുൻ നബവിയ്യ ഫിൽ ഖിസാനത്തിൽ ഖസ്റജിയ്യ, ഖസ്റജി ട്രഷറിയിലെ ഈ തിരുശേഷിപ്പുകൾ എന്നർത്ഥം വരുന്ന പുസ്തകം വളരെ അടുത്ത് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ആ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് ഈ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി നിങ്ങളെ ഉണർത്തുന്നു.
أستشهد بقصة لأحد أركان علم الحديث والصلاة القائمة، أحد كبار علماء الهند الأعلام والعالم الإسلامي، وابعثه مقام. قال العلامة الإمام ولي الله الدهلوي المتوفي عام 1762 ميلادي في كتابه الدر الثمين في مبشرات النبي الأمين صلى الله عليه وسلم عن قصة والده الشيخ العلامة عبد الرحيم الدهلوي المتوفي عام 1718، يقول أن والده وهو صغير مرض ذات مرة مرضا شديدا وطال عليه المرض ويئس من الحياة، فبينما هو كذلك إذ أخذته غفوة رأى فيها نفسه أمام شيخه عبد العزيز وهو يقول له: يا بني، ها هو رسول الله صلى الله عليه وسلم يأتي إليك عاقدا ولعله يقدم إليك من الجهة الخلفية لسريرك، فحاول أن لا تكون قدماك أمام حضرة الرسول صلى الله عليه وسلم. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കൂടി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഹദീസിന് ഏറ്റവും കൂടുതൽ വലിയ സംഭാവന ചെയ്ത പണ്ഡിതനാണല്ലോ വലിയുല്ലാഹി ദഹ്ലവി എന്ന വലിയ പണ്ഡിതൻ. ആ വലിയ പണ്ഡിതൻ തന്റെ അദ്ദുറുസ്സമീൻ ഫീ മുബശ്ശിറാത്തിൻ നബിയിൽ അമീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ പിതാവായ അബ്ദുറഹീം ദഹ്ലവി കുട്ടിക്കാലത്ത് വളരെ കലശലായ രോഗബാധിതനായി. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം ഇനി തങ്ങളുടെ ഈ കുട്ടി ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പിച്ച സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പിതാവിനൊരു പ്രത്യേക അവസ്ഥ സംജാതമാവുകയാണ്. ആ അവസ്ഥയിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തിനെ ഉണർത്തുകയാണ്. അതേ സുഖമില്ലാത്ത കുട്ടിയോട് പിതാവ് പറയുകയാണ്: മോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ രോഗം കാണാൻ വരുന്നുണ്ട്, കട്ടിലിന്റെ പിൻഭാഗത്തുകൂടെ ആയിരിക്കും വരിക, അതുകൊണ്ട് മോനെ കാല് തിരിച്ചുകൊണ്ട് നീ കിടക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നിന്റെ കാല് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മകനോട് ഉപദേശിക്കുകയുണ്ടായി. فشعرت بالتحسن في حالتي وأشرت بالرأس للحاضرين أن يغيروا وجه سريري، وقدم رسول الله صلى الله عليه وسلم وقال: كيف حالك يا بني؟ قال: فأصبحت لا أملك نفسي وغالبتني الدموع وغشيتني حالة لا توصف من الرقة، وأخذني الرسول الكريم في حضنه فكانت لحيته المباركة تتدلى على رأسي وبكيت حتى بلت جبة الرسول صلى الله عليه وسلم، ثم بدأت تعود إلي حالتي تعود حالتي إلى الهدوء شيئا فشيء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാൻ വരുന്നു എന്നുള്ള വിവരം എന്റെ പിതാവ് അറിയിച്ചപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ശാന്തിയും സമാധാനവും തോന്നി. പക്ഷേ വളരെ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് ഞാൻ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും എന്നെ മടിയിലിരുത്തുകയും ചെയ്തപ്പോൾ എനിക്ക് അടക്കാൻ പറ്റിയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ആ ജുബ്ബ മുഴുവൻ നനയുകയുണ്ടായി. പിന്നീട് കുറേശ്ശെ പഴയ അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങിക്കൊണ്ടിരുന്നു. يقول الشيخ: ومر بخاطري إن كنت أتمنى منذ زمن أن أحصل على بعض شعره المبارك، فيا ليت لو يخصني بهذه المكرمة الآن. وعرف الرسول صلى الله عليه وسلم ما كان بخاطري فمسح يده المباركة على لحيته وناولني شعرتين مباركتين وبشرني بالصحة وطول العمر، فذهب المرض في الحال وطلبت السراج لأبعد عن الشعرتين المباركتين فلم أجدهما، فتوجهت إلى الله تعالى ثم غفوت، فجاء الرسول الكريم مرة ثانية في رؤياي وقال: تجلد يا بني واعقل، لقد تركتهما جنب مخدة رأسك.
അബ്ദുറഹീം ഉദ്ദഹ്ലവി തുടർന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും അടുത്ത് കിട്ടിയപ്പോൾ എന്റെ മനസ്സിൽ ആ പഴയ സ്വപ്നം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട ഏതാനും മുടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം എന്റെ മനസ്സിനുള്ളിൽ കലശലായി. എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം നേരിട്ട് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതുക്കെ അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് താടിയിൽ തടവുകയാണ്. താടിയിൽ തടവിയതിനു ശേഷം ആ കൈകളിൽ പറ്റിയ 2 കഷ്ണം മുടിയെടുത്ത് എനിക്ക് തന്നു. മോനെ, ഇതെടുത്തോ എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങുമ്പോഴേക്ക് എന്റെ കലശലായ അസുഖം അപ്പാടെ സുഖപ്പെടുകയുണ്ടായി. ഞാൻ ഉണർന്നു. ഞാൻ എന്റെ കൂടെയുള്ളവരെ വിളിച്ചു വരുത്തി അവരോട് ലൈറ്റ് ഇടാൻ പറഞ്ഞു. ലൈറ്റ് ഇട്ടതിന് ശേഷം 2 മുടി എവിടെയാണെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കണ്ടില്ല. എനിക്ക് വല്ലാത്ത വേദന തോന്നി. ആ മുടി നഷ്ടപ്പെട്ടോ? പെട്ടെന്നതാ എനിക്ക് വീണ്ടും കുറച്ചു സമയം ബോധം നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരികയാണ്. بعد ذلك صحوت فأخذت الشعرتين المباركتين بكل احترام وتقدير وذهبت عني الحمى على الفور وما كنت أشتكي منه وعادت العافية لي وأصبحت في كمال الصحة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ, ആ മുടി നഷ്ടപ്പെട്ടു എന്ന് നീ പേടിക്കണ്ട. വെച്ച സ്ഥലം മറന്നുപോയതാണ് നീ. നിന്റെ തലയുണയുടെ തൊട്ടടുത്ത് ആ 2 മുടികളുണ്ട്. നീ എഴുന്നേറ്റ് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണരുകയും അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തലയണയുടെ വക്കിലായി ആ 2 മുടിക്കഷ്ണങ്ങൾ അവിടെ കിട്ടുകയും ചെയ്തു. അത് കയ്യിൽ പിടിക്കേണ്ട താമസം എന്റെ പനി അപ്പാടെ പോയി. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അതുപോലത്തെ ഒരസുഖം പോലും ഉണ്ടായിട്ടില്ല. يقول الشيخ ولي الله الدهلوي بأن والده قسم ميراثه في حياته وأعطاه واحدة من الشعرتين المباركتين فلله الحمد على ذلك وله الشكر. انظر الدر الثمين في مبشرات النبي الأمين صلى الله عليه وآله وصحبه وسلم. ഹദീസ് പണ്ഡിതനായ വലിയുദ്ദീൻ ദഹ്ലവി തന്റെ പിതാവായ അബ്ദുറഹീം ദഹ്ലവിയെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, തന്റെ പിതാവ് ജീവിതകാലത്ത് തന്നെ സ്വത്ത് മുഴുവൻ മക്കൾക്ക് വീതിച്ചു കൊടുത്ത ആളായിരുന്നു. ആ സ്വത്ത് വീതിച്ചു കൊടുത്തപ്പോൾ അന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ വന്നു കൊടുത്ത ആ മുടികളില്ലേ, ആ 2 മുടികൾ തന്റെ മക്കൾക്ക് വീതിച്ചു കൊടുത്തപ്പോൾ അതിൽപ്പെട്ട ഒരു മുടി എനിക്ക് ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും കടപ്പാടുള്ള ആള്, ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇന്ത്യയിലെ പ്രസിദ്ധ പണ്ഡിതനായ വലിയുല്ലാഹി ദഹ്ലവി അദ്ദുറുസ്സമീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. مما سبق يتبين أن الآثار النبوية هي من الذخائر العظيمة التي تناقلتها الأجيال جيلا بعد جيل مع الشهادة والاشتهار عبر الأزمنة المختلفة. وتذكرت قول أنس بن مالك في وصف لهفة الصحابة على اقتناء شعر النبي صلى الله عليه وسلم بقوله والحلاق يحلق والصحابة حوله فما يريدون أن تقع شعرة إلا في يد رجل منهم. മുസ്ലിം ലോകം തിരുശേഷിപ്പുകളെ എത്രമാത്രം ആദരവോടും ബഹുമാനത്തോടും ഗൗരവത്തോടും കൂടിയായിരുന്നു കണ്ടിരുന്നത് എന്ന കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിലും സ്വഹാബാക്കൾ തന്നെ തിരുശേഷിപ്പുകളോട് കാണിച്ച സമീപനം എന്തായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തന്നില്ലേ. മുടി കളയുമ്പോൾ ഓരൊറ്റ മുടി പോലും തങ്ങളുടെ കയ്യിലല്ലാതെ പുറത്തു വീഴരുത് എന്ന വാശിയിലായിരുന്നു ആ മാതൃകാ പുരുഷന്മാരായ സ്വഹാബാക്കളെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹം ഈ മുടിയോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. وصلنا هذا الحديث ووصلتنا أحاديث أخرى وهناك أحاديث كثر في بركة الآثار الشريفة ولكن لم يصلنا أنهم فرطوا في شعره وآثاره أو أنها ضاعت عليهم في البر والبحر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഹദീസുകൾ നമുക്ക് ലഭിച്ചു, അതേപോലെ തന്നെ മറ്റു പലതും ലഭിച്ചു. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് കിണറിൽ വീണിരുന്നു എന്ന് കണ്ടു, പല്ല് വീണുപോയിരുന്നു എന്ന് കണ്ടു. പക്ഷേ ഏതെങ്കിലും ഒരു മുടി നഷ്ടപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലോ ചരിത്ര ഗ്രന്ഥത്തിലോ എവിടെയും കാണാൻ സാധ്യമല്ല. وصلنا سقوط خاتمه صلى الله عليه وسلم في البئر في خلافة سيدنا عثمان بن عفان رضي الله عنه. وصلنا سقوط قلنسوة خالد بن الوليد. وصلنا خبر قلامة الأظافر التي أوصى بها معاوية بوضعها في فمه عند وفاته رضي الله عنه. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകരുടെ പുണ്യമായ മോതിരം കിണറിൽ വീണിരുന്നു എന്നും അതേപോലെ തന്നെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തലയിൽ ധരിച്ചിരുന്ന തൊപ്പി താഴെ വീണിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഖങ്ങളിൽ നിന്ന് ചിലത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമുണ്ടായിരുന്നു എന്നും മരണത്തിന്റെ സമയത്ത് തന്റെ കൂടെയുള്ള കുടുംബക്കാരോട് അദ്ദേഹം വസിയ്യത്ത് ചെയ്തത് തന്നെ മറവ് ചെയ്യുമ്പോൾ തന്റെ വായിൽ ആ നഖത്തിൽ നിന്നൊരംശം തബറുക്കിന് വേണ്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. وصلتنا هذه الأخبار ولكن لم يكن خبر ضياع الشعر الشريف الذي تسابق الصحابة رضوان الله عليهم لأخذه. لم يصلنا خبر أنهم أضاعوه أو فقدوه في بر أو بحر، ولا نعرف أسماءهم وكم كان نصيب كل واحد منهم. ഏതെങ്കിലും ഒരു മുടി ആരെങ്കിലും നഷ്ടപ്പെടുത്തി എന്നോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു എന്നോ കടലിലോ കരയിലോ പാഴായിപ്പോയോ എന്നോ ഇതുവരെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. മറിച്ച് ഒരുപാട് സ്വഹാബാക്കളുടെ അടുക്കൽ ഒരുപാട് മുടികൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച എല്ലാ രേഖകളും വ്യക്തമാക്കുന്നത്. والخبر والحديث الذي قرأناه سابقا من تخصيص النبي صلى الله عليه وسلم الشق الأيمن لأم سليم الخزرجية وصلنا، ولكن لم يصلنا أن أم سليم رضي الله عنها فرطت في ذلك الشق العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് നമ്മളെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ മുടികൾ എന്ത് ചെയ്തു എന്നത് അത് നഷ്ടപ്പെടുത്തി എന്ന് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടേയില്ല. ووصلنا من الأسانيد أن ذلك الشق تناقلته الأنصار في بيوتهم كابرا عن كابر حتى انتقل في عهد ما إلى سيدنا الغوث الأعظم عبد القادر الجيلاني قدس الله سره. മറിച്ച് പരമ്പരാഗതമായി മുസ്ലിം സമൂഹം അത് കൈവശമുള്ളവർ തങ്ങളുടെ പിന്തലമുറക്ക് അത് കൈമാറി വന്നതാണ് എന്നും ആ രീതിയിലാണ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ ആ മുടികൾ എത്തിച്ചേർന്നത് എന്നുമാണ് നാം ചരിത്രത്തിൽ പഠിച്ചത്. ثم انتقل في ذريته إلى أن أذن الله جل وعلا بعودته لبيوت الخزرج وشرفنا بحفظه فهو درة الخزانة الخزرجية للآثار النبوية. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഖസ്റജി കുടുംബക്കാരായ ഞങ്ങളുടെ കുടുംബത്തിൽ ആ തിരുശേഷിപ്പുകൾ എത്തിച്ചേർന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേ വളരെ വലിയ മഹാഭാഗ്യമാണ് അത് മുഖേന ഞങ്ങൾക്ക് കൈവന്നത്. إن حفظ الدقائق كحفظ الشرع الشريف كابر عن كابر بالإجازات والأسانيد لا بالأماني والتهيؤات. പരമ്പരാഗതമായി അതിന് വേണ്ട രൂപത്തിലുള്ള എല്ലാ സംരക്ഷണത്തോടും കൂടി ഞങ്ങൾ കൈമാറിപ്പോരുകയും സൂക്ഷിച്ചു വരികയും ചെയ്യുകയാണ്. ولا ينافي الحقيقة إنكار حاسد أو جاهل أو طالب دنيا أو شهرة. ഏതെങ്കിലും വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രോഗം ബാധിച്ചവരോ വല്ല അസൂയാലുക്കളോ ഏതെങ്കിലും തിരുശേഷിപ്പിനെ എതിർത്തു എന്നതുകൊണ്ട് അത് സത്യത്തെ മൂടിവെക്കാൻ പറ്റിയതല്ല, അത് ആ വസ്തുതയില്ല എന്നതിന് തെളിവല്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. أتوجه بالشكر الجزيل لفضيلة الشيخ أبو بكر أحمد أبو الأيتام والفقراء الذي
أفنى شبابه، هو ما زال شاب ولكن أفنى ما مضى من شبابه في نشر العلم وتربية الأيتام، وأهنئه بهذا الصرح العظيم وبهذه القلوب المباركة التي اجتمعت له، فهنيئا لكم به وهنيئا له بكم وهنيئا لنا بكم أجمعين. والسلام عليكم ورحمة الله تعالى وبركاته. ഈ അവസരത്തിൽ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നോ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ അബുൽ ഐസാം കാന്തപുരം ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ജീവിതകാലം മുഴുവൻ അല്ല, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമാറാവട്ടെ. തന്റെ ജീവിതം മുഴുവൻ അനാഥകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത്രയും വിശ്വാസി സമൂഹം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതേ, ഈ നേതാവിന്റെ അനുയായികളായത് നിങ്ങളെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഇതിന് മറുപുറത്ത് ഇതുപോലത്തെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വലിയ ഭാഗ്യം മുറുകെ പിടിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.